അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വർക്കല ക്ലിഫിലോട്ടും അതേപോലെ തന്നെ കാപ്പൽ ബീച്ചിലേക്കുമാണ് നമ്മുടെ യാത്ര. ഇതും തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതായിട്ടുള്ള ഒരു ട്രാവലും അല്ല. നമുക്കപ്പം പോകണം എന്ന് തോന്നി അങ്ങനെ അങ്ങ് പോയി. ആ രീതിയിലുള്ള യാത്രയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഹെൽമെറ്റൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ യാത്ര തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരവൂരിൽ നിന്നാണ്. പരവൂരിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ഈ കാപ്പൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കാപ്പൽ ബീച്ചിൻ്റെ പ്രത്യേകതയൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. എന്നിരുന്നാൽ പോലും ഞാനും കൂടെ പറയാം. ഒരു സൈഡിൽ കായലും മറു സൈഡിലും കടലുമാണ് ഈ ഒരു ബീച്ചിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിലേക്ക് പോയി വ്യൂ ആസ്വദിക്കണമെന്ന് വെച്ചാൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. ഞങ്ങൾ പോയിരുന്നത് ഒരു വൈകുന്നേര സമയമാണ്. ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ, നിങ്ങളെ ആ വ്യൂ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പെടാപ്പാട് വിടുന്നുണ്ട്. അപ്പം ഈ സൈഡ് കായൽ, തൊട്ട് ഓപ്പോസിറ്റ് കടൽ. അപ്പം ഈ ഒരു ഭാഗത്ത് വന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിയിൽ കായലും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ കടലും നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ കാപ്പൽ ബീച്ചിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു സൈൻ ബോർഡിൽ കണ്ടത് വർക്കല ക്ലിഫിലോട്ട് 8 കിലോമീറ്റർ. എന്നാൽ പിന്നെ ഇവിടെ വരെ വന്നല്ലേ 8 കിലോമീറ്റർ, അത്രയ്ക്ക് ഇത്ര ദൂരമേ ഉള്ളൂ, നമുക്കന്നേ പോയി ഒന്ന് ആസ്വദിച്ചിട്ട് വരാമെന്ന് വെച്ചു വർക്കല ക്ലിഫിലോട്ട് പോയി. ഞാൻ വർക്കല ക്ലിഫിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചിട്ട് കാപ്പൽ ബീച്ചിൽ നേരത്തെ പോയി എന്നുമില്ല കേട്ടോ. കാപ്പൽ ബീച്ചിലും ആദ്യമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞങ്ങൾ വർക്കല ക്ലിഫ് ലക്ഷ്യമാക്കി മുന്നിട്ടേക്ക് നീങ്ങി. ക്ലിഫിൽ പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ വർക്കല ബീച്ചിലാണ് കേട്ടോ പോയത്. അപ്പം മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബീച്ചിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ക്ലിഫിൽ പോകാം. ഇച്ചിരി ഒരു സന്ധ്യയൊക്കെ ആയി, ഇരുട്ട് വീണി തുടങ്ങി കഴിയുമ്പോഴാണല്ലോ ക്ലിഫ് കാണാൻ കൂടുതൽ മനോഹരം, അവിടെ കടയും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവുന്നത്. ഇത് എൻ്റെ അറിവാണ്, എത്രത്തോളം ശരിയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാത്രി കാലങ്ങളിലെ കാഴ്ച കാണാനായിട്ട് കൂടുതൽ ഭംഗി, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വർക്കല ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബീച്ചിൽ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ക്ലിഫിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. ഈ ബീച്ചിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും കർക്കിടകത്തെ വാവിൽ നിന്ന് ബലിയിടാൻ വേണ്ടി, പിതൃക്കൾക്ക് ബലിയിടാൻ വേണ്ടിയിട്ട് വീട്ടുകാരോടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ബീച്ച് നമുക്ക് സുപരിചിതം തന്നെയാണ്. വർക്കലയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ബീച്ചിൽ വരുന്നത് നമ്മൾ ഇവിടാണ് കൂടുതലും വരുന്നത്. ശംഖുമുഖത്ത് പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവിടാണ് വരാറുള്ളത്. അങ്ങനെ ഈ ബീച്ചിലൊക്കെ വന്നു. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സൈറ്റ് വ്യൂയിങ് എന്ന രീതിയിൽ മാത്രമുള്ളൊരു ട്രിപ്പാണ് കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ പർച്ചേസിങ്ങോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ബഡ്ജറ്റിന് ഒതുങ്ങാത്തത് കൊണ്ട് നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്കെന്നല്ല, ഈ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേന് അത്യാവശ്യം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മെമ്മറബിളായിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ അത്യാവശ്യം നല്ല രീതിയിൽ പോക്കറ്റ് ഫില്ലാക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ഇതേപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ ചെല്ലുമ്പോൾ അറിയാമല്ലോ, ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ വരുന്നതാണ്. അതുകൊണ്ട് വില പേശി നമുക്ക് നിൽക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. നല്ല കണ്ടിക്കും ഓരോ പ്രോഡക്റ്റ്സിനും. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തി ഞാൻ ചെയ്തത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ബീച്ചിലെത്തി കഴിഞ്ഞാൽ നമ്മൾ അലമ്പ് കാണിക്കുമല്ലോ. അപ്പം ഞാൻ കുറേ നാളായി ആറ്റിനേല എല്ലായിടത്തുമൊക്കെ പോയിട്ട്. അപ്പോൾ വെള്ളം കണ്ടതിൻ്റെ ഒരു ആക്രമണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന 1-2 കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ പേരെഴുതി കടലിൽ വെക്കുക. അത് വന്ന് കടലമ്മയെന്നാണല്ലോ നമ്മൾ പറയുന്നത്, തിര വന്ന് അത് മൊത്തം മായ്ച്ചെടുത്തുകൊണ്ട് പോവുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ മണൽ വെച്ച് കൊട്ടാരം പണിയുന്നത്. കൊട്ടാരം പണിയാനൊന്നും ഇങ്ങനെ ഇട്ട് നിന്നില്ല, പേരെഴുതാനാണ് മെയിനായിട്ട് നിന്നത്. അങ്ങനെ പേരെഴുതി നിന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ശംഖനെ കിട്ടി. ശംഖം തന്നെയല്ലേ ഇവനെ പറയുന്നത്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിനെ കിട്ടി, അത് പറക്കലായി പിന്നീട് എൻ്റെ പണി. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറക്കിയെടുത്ത് പിന്നെ ആ വെള്ളത്തിലൊക്കെ കളിച്ച് അതിനെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്ത്. കാര്യം കടൽ കൊണ്ടിടുന്നത് കൊണ്ട് അതിനകത്ത് മണലും കാര്യങ്ങളും ഉണ്ടല്ലോ, മണലോടുകൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ വർക്കല ബീച്ചിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ക്ലിഫ് ലക്ഷ്യമാക്കിയിട്ടായി അടുത്ത യാത്ര. അങ്ങനെ ക്ലിഫിൽ ഞാൻ ഇങ്ങനെ ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ക്ലിഫിൻ്റെ. പിന്നീട് നമ്മുടെ ജൂൺ സിനിമയ്ക്കകത്തുണ്ടല്ലോ, അത് വർക്കല ക്ലിഫ് തന്നെയാണ് കാണിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പല സിനിമകളിലും ഇങ്ങനെ ക്ലിഫ് കാണിക്കുന്നതായിട്ടും
പല ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ലിഫ് ലക്ഷ്യമാക്കി യാത്ര ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ യാത്ര ക്ലിഫിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഒരു ഹെലിപ്പാഡാണ് കേട്ടോ. ഹെലിപ്പാഡിൻ്റെ മണ്ടയിലെല്ലാം വണ്ടി പാർക്ക് ചെയ്തിരിക്കും. ഞാൻ ആലോചിക്കും, ഹെലിപ്പാഡിൻ്റെ മണ്ടയിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പം ഹെലിപ്പാഡിനകത്തോട്ട് വന്നിറങ്ങാൻ വേണ്ടി ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് പാർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് അവർ പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ വെയിലിൽ നിന്ന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമാണല്ലോ, ഇളം വെയിലാണല്ലോ. ഇളം വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ഗ്ലാമറൊക്കെ കൂടുന്നിങ്ങനെ പഴമക്കാർ പറയുന്നുണ്ടല്ലോ. അതിൽ ചെറിയൊരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ എന്നിരുന്നാൽ പോലും അപ്പോൾ ഞങ്ങൾ ക്ലിഫിലിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. സൈഡിലൊക്കെ പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല പേടിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ലിഫിലോട്ട് ആ കടയുടെ ആ സൈഡിലോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. ഇവിടുത്തെ എല്ലാ കടകളും കൃത്യമായിട്ട് ആ ഒരു വ്യൂവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാര്യം അവർ മാക്സിമം ആ ഒരു വ്യൂ തന്നെ യൂസ് ചെയ്ത് കച്ചവടം നടത്തി കാശുണ്ടാക്കുന്ന ടീംസാണ്. ഇതിനകത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അതിൽ ഓർണമെൻറ്റ്സ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ശംഖ് അത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, പിന്നെ ബാഗിൻ്റെ, ലെതറിൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് സിൽവർ ഓർണമെൻറ്റ്സിൻ്റെ, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി കടകളുണ്ട്. പിന്നെ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ടാറ്റു സ്റ്റുഡിയോ ഉണ്ട്, റിസോർട്ട്സും കാര്യങ്ങളും, അങ്ങനെ പല രീതിയിലുള്ള ഷോപ്സ്, വെറൈറ്റി ആയിട്ടുള്ള ഷോപ്സും കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഒരു കഫേയാണ് കേട്ടോ. ഫുൾ ഗ്രീനറി ആയിട്ടുള്ളൊരു കഫേയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ ഞങ്ങളൊരു സിൽവറിൻ്റെ കടയിൽ കയറി. അവിടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും അലോഡ് അല്ല, അതൊന്നും കൂടുതൽ വീഡിയോസൊന്നും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.